കപ്പൽ പോലെയാണ്. ആ കപ്പൽ ആര് കയറിക്കൂടുന്നുവോ അവന് രക്ഷപ്പെട്ടു. മഹാനായ സയ്യിദുൽ ഉലമ നേതൃത്വം വഹിക്കുന്ന ആ കപ്പൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആ മഹത്തായ കപ്പൽ, ആ കപ്പലിൽ ആര് കയറിക്കൂടിയോ തീർച്ചയായിട്ടും അവൻ വിജയിച്ചു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി പറഞ്ഞു, ആ കപ്പലിൽ ആരെങ്കിലും കയറിയില്ല, ഹലക, അവൻ നശിച്ചു, അവൻ നാശമായി. അപ്പൊ ഈ നിലയ്ക്കെല്ലാം നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തങ്ങൾ അവരുകൾ. തങ്ങൾ അത് വലിയൊരു ബഹുമാനമുള്ള പദവിയാണ്, വലിയ ബഹുമാനമുള്ള പദവിയാണ്. ആ പദവി തന്നെ മതി സമൂഹം അവരെ ആദരിക്കാനും സമൂഹം അവരെ ബഹുമാനിക്കാനും. അതോടൊപ്പം മിക്ക തങ്ങന്മാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തങ്ങൾ അവർക്കുണ്ട്. നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് സയ്യിദുമാർ അവരൊക്കെ ആലിമീങ്ങളാണ്, ശരി. എങ്കിലും തങ്ങന്മാരുടെ കൂട്ടത്തിൽ മുഹഖിഖും മുദഖിഖീകളായ ആലിമീങ്ങൾ വളരെ വളരെ വിരളമാണ്. മുഹഖിഖീകളായ പണ്ഡിതന്മാർ ആലിമീങ്ങളാണ്, ശരി. മുഹഖിഖീകളായ പണ്ഡിതന്മാർ സയ്യിദുമാരുടെ കൂട്ടത്തിൽ വളരെ വിരളമാണ്. പക്ഷേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ സയ്യിദ് അവരുകൾ ഒരു സയ്യിദ് എന്ന് മാത്രമല്ല, അതോടുകൂടി വലിയൊരു മുഹഖിഖും ഒരു മുദഖിഖുമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ. 300-ലേറെ മഹല്ലത്തിന്റെ ഖാദി സ്ഥാനം ഏറ്റെടുത്ത, ഒരുപാട് കോളേജുകൾക്ക് പ്രിൻസിപ്പാളായ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഫത്വ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു അംഗമായ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ. ഇതും നമുക്ക് കിട്ടിയ ഒരു വലിയ പ്രത്യേകതയാണ്. സമസ്തയുടെ മുമ്പുള്ള പ്രസിഡന്റുമാരെ പരിശോധിച്ച് നോക്കുമ്പോൾ തങ്ങളെക്കാളും വലിയ ഇൽമുള്ള പ്രസിഡന്റുമാർ ഉണ്ടായേക്കാം. എന്നാലും അവർക്കാർക്കും ഇല്ലാത്ത ഒരുപാട് കഴിവുകൾ ബഹുമാനപ്പെട്ട തങ്ങളവർക്കുണ്ട്. ഞാൻ തങ്ങളവരെ ഇരുത്തി അമിതമായി പറയുന്നതല്ല, ഉള്ളത് തന്നെ പറയുന്നതാണ്. അതോടുകൂടി തങ്ങൾക്ക് ഒരു പ്രത്യേകത, നമ്മുടെ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. തങ്ങളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ അനുഭാവിയായിരിക്കാം. എന്നാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കോ അതല്ലെങ്കിൽ ദീനിനോ അതേപോലെ മുസ്ലിം ആലിമീങ്ങൾക്ക് പണ്ഡിതന്മാർക്കോ എതിരാകുന്ന വല്ല പ്രവർത്തനം, എതിരാകുന്ന വല്ല വാക്ക് ആരുടെ പക്കൽ നിന്നുണ്ടായാലും, ഏത് മന്ത്രിയുടെ പക്കൽ നിന്നുണ്ടായാലും, ഏത് നേതാവിന്റെ പക്കൽ നിന്നുണ്ടായാലും, എത്ര പേരെ തങ്ങളുടെ പക്കൽ നിന്നുണ്ടായാലും മുഖം നോക്കാതെ ശക്തിയുക്തമായി എതിർക്കാൻ കഴിവുള്ള ഒരു മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തങ്ങൾ അവരുകൾ.